മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ കലോത്സവവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് VM ശശി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ക്യാഷ് അവാർഡുകളും മുൻ മന്ത്രി P രാജീവ് വിതരണം ചെയ്തു. കലോത്സവത്തിൽ സഹകാരികളും കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് CG വേണുഗോപാൽ സ്വാഗതം ആശംസിച്ചു. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സലിംകുമാർ, MA ഫിറോസ് ഖാൻ, ശ്രീമൻ നാരായണൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ KK ബേബി സാജി, ബാങ്ക് സെക്രട്ടറി PH സാബു, ഡയറക്ടർ KJ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട സഹകാരികളെ, സഹോദരി സഹോദരന്മാരെ, മന്ത്രി കടുങ്ങല്ലൂർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞു, ഇവിടെ എത്തും. ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടു പോകണ്ട. ഇതിനിടയ്ക്ക് നമ്മുടെ മുൻ മന്ത്രി രാജീവിടെ വന്നിട്ട് ഇവിടെ പരിപാടി ആരംഭിക്കാത്തതുകൊണ്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടിപ്പോൾ കളമശ്ശേരിക്ക് പോയി. മുൻ മന്ത്രി ഇപ്പം തന്നെ എത്തും. അപ്പം നമുക്ക് ചടങ്ങുകൾ ആരംഭിച്ചു വയ്ക്കാം. നമ്മുടെ ഇന്നത്തെ ഈ സഹകരണ കലോത്സവവും അതിനോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ അവാർഡിൻ്റെ വിതരണ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഏവർക്കും ഏറെ സന്തോഷം തരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി മുപ്പത്തടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാലിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ബാങ്ക് വ്യത്യസ്ത മേഖലകളിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് സെക്രട്ടറി ഇവിടെ അവതരിപ്പിക്കും. ഞാൻ എന്നിൽ അർപ്പിതമായ സ്വാഗതം പറയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ അഭിമാനകരമായ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റും പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ VM ശശിയെ ബാങ്കിൻ്റെ പേരിലും ഈ അവാർഡ് ദാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അവാർഡ് ദാനം ഉൾപ്പെടെയുള്ള ബാങ്കിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അവതരണം ബാങ്കിൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ PH സാബു ആണ് നടത്തുന്നത്. പ്രിയപ്പെട്ട സെക്രട്ടറിയെ മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടിയും ഈ അഭിമാനകരമായ ചടങ്ങിന് വേണ്ടിയും എല്ലാവരുടെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ അഭിമാനകരമായ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ MLAയും കേരള സംസ്ഥാനം ബഹുമാനപ്പെട്ട ഫിഷറീസ് സാമൂഹ്യക്ഷേമം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ അവറുകളാണ്. അദ്ദേഹത്തെ മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലും ഈ അഭിമാനകരമായ അവാർഡ് ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പേരിലും ഹാർദവുമായി സ്നേഹാദരങ്ങളോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടത്തുന്നത് മുൻ നമ്മുടെ MLAയും കേരള സംസ്ഥാന മുൻ നിയമകയർ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ P രാജീവാണ്. ശ്രീ P രാജീവിനെ മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലും ഈ അഭിമാനകരമായ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഇതുവരെയുള്ള പ്രവർത്തന പരിപാടികളും അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ PH സാബുവിനെ ക്ഷണിക്കാം.
ഏറ്റവും ബഹുമാനായ യോഗാധ്യക്ഷൻ ബാങ്കിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ VM ശശി അവർകൾ ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ MLA-യും സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂർ, ഇവിടെ സമ്മാന വിതരണത്തിനായി എത്തിച്ചേരുന്ന മുൻ MLA-യും നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ P രാജീവ് അവർകൾ, ഈ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരായ സഹകാരികൾ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, കലാകാരന്മാർ, എല്ലാവരും ഉൾപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 4 സഹകരണ ബാങ്കുകളിൽ ഒന്നാണ്. സംസ്ഥാനത്തെ 1625ഓളം വരുന്ന പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലെ ഒരു പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘമാണ് മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക്. പ്രവർത്തന പരിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വളരെ ചെറിയ പ്രവർത്തന പരിധി സ്വന്തമായുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് നമ്മുടേതെന്ന് പറയാം. വിപുലമായ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാനത്ത് തന്നെ വലുപ്പം കൊണ്ട് ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായിട്ടാണ് കടുങ്ങല്ലൂർ പഞ്ചായത്തിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏതാണ്ട് 6.5 വാർഡുകൾ, 7 വാർഡ് തികച്ചു വരുന്നില്ല, 6.5 വാർഡുകളിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രവർത്തന പരിധി മാത്രമുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക്. ഇന്ന് ഏതാണ്ട് 11,532 അംഗങ്ങളും 136 കോടി നിക്ഷേപവും 80 കോടി വായ്പയുമുള്ള വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായി നമ്മുടെ ബാങ്ക് നിലകൊള്ളുകയാണ്. ഇവിടെ മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സഹകരണ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ ആരാധ്യനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി, നമുക്ക് കളമശ്ശേരിക്ക് അഭിമാനമായ കളമശ്ശേരിയുടെ ഏറ്റവും പ്രിയങ്കരനായ MLA കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂറിനെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിലെ ആദരണീയനായ മുൻ നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ MLA-യുമായിരുന്ന, കേരളത്തിൻ്റെ ദൈക്ഷണിക നേതൃത്വത്തിന് സൃഷ്ടിപരമായ നേതൃത്വം നൽകുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ MLA-യും മുൻ മന്ത്രിയുമായ P രാജീവിന് സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട MLA-യുമായിട്ടുള്ള അഡ്വക്കേറ്റ് V അബ്ദുൽ ഗഫൂർ, നമ്മുടെ മുൻ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർകൾ, കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത സലീംകുമാർ, നമ്മുടെ നാട്ടുകാരനും ഏതാണ്ട് 10ഓളം അവാർഡുകൾ, ദേശീയ അവാർഡടക്കം കരസ്ഥമാക്കിയിട്ടുള്ള എഴുത്തുകാരൻ ശ്രീ MA ഫിറോസ് ഖാൻ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും മനുഷ്യസ്നേഹിയുമായിട്ടുള്ള ശ്രീ ശ്രീമൻ നാരായണൻ, ഈ വേദിയിലുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരും കലാകാരികളും, അതിനകത്ത് കൈകൊട്ടിക്കളി, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, കവിത, ഗാനങ്ങൾ അടക്കമുള്ള പരിപാടികൾ ഇനിയിപ്പോൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ കലാകാരന്മാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹകാരികൾ, മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ
വളർച്ചയുടെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് സെക്രട്ടറിയുടെ റിപ്പോർട്ടിനകത്ത് ഇവിടെ സൂചിപ്പിച്ചു. മുപ്പതല സർവീസ് സഹകരണ ബാങ്ക് ഒരു സൂപ്പർ ഗ്രേഡ് ബാങ്കായി പ്രവർത്തിക്കുകയാണ്. 2004 മുതൽ ഈ ബാങ്ക് ലാഭകരമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. നമുക്ക് 25% വരെ ഡിവിഡൻഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സഹായിക്കാൻ, അവരെല്ലാം ചേർത്ത് പിടിക്കാൻ മുപ്പതല സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മുതിർന്ന പൗരന്മാർ 70 വയസ്സ് കഴിഞ്ഞവർ ആയിട്ടുള്ള 700ഓളം വരുന്ന ആളുകൾക്ക് ഒരു മാസം 250 രൂപ വെച്ച് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 250 രൂപ വെച്ചൊരു മാസം പെൻഷൻ കൊടുക്കുന്ന കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സഹകരണ ബാങ്ക് മുപ്പതല സർവീസ് സഹകരണ ബാങ്ക് മാത്രമാണ്. വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് 25,000 രൂപ നമ്മൾ പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ട്. ഒരു രോഗി അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടന്നാൽ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഇവിടെ അടയ്ക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 25,000 രൂപ പലിശരഹിതമായി ആശുപത്രിയിൽ എത്തിച്ച് കൊടുക്കും. അതുപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് അതിൻ്റെ ലിസ്റ്റിങ്ങോട് വരുന്ന പുറത്ത് വീടുകളിലേക്ക് എത്തിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടും താമസം വരാതെ തന്നെ വീടുകളിലേക്ക് എത്തിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നമ്മുടെ ബാങ്കിനോടൊപ്പം സഹകരിച്ചു പോവുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ മുപ്പതല സർവീസ് സഹകരണ ബാങ്കിനുണ്ട്. ഇതൊരു വലിയ കലോത്സവമാക്കി മാറ്റാൻ, ഒരു സന്തോഷകരമായ അന്തരീക്ഷമാക്കി മാറ്റാൻ വേണ്ടി മന്ത്രിയും മുൻ മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട്. എല്ലാവരെയും നമ്മൾ ഈ ചടങ്ങിലേക്ക് എത്തിക്കണമെന്നാണ് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും മുപ്പതല സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിനകത്ത് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി, നമ്മുടെ MLA കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് BE അബ്ദുൽ ഗഫൂറിനെ ആദരപൂർവ്വം ക്ഷണിക്കാം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുപ്പത്തലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ VM ശശി, ഇവിടെ അവാർഡ് വിതരണം നടത്തുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ മുൻ മന്ത്രി ശ്രീ P രാജീവ്, കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സലീം കുമാർ, ശ്രീ MA ഫിറോസ് ഖാൻ, ശ്രീ ശ്രീമൻ നാരായൺ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇന്ന് മുപ്പത്തലം സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ ചെറിയൊരു കലോത്സവവും അതുപോലെ തന്നെ അവാർഡ് വിതരണ ചടങ്ങുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് കുറച്ച് വൈകി വന്നതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് പരിപാടികൾ ഡിലേ വന്നതുകൊണ്ടാണ് ഇത്തിരി വൈകി വരേണ്ടത്. ശശിചേട്ടൻ പല പ്രാവശ്യവും ബന്ധപ്പെട്ടിരുന്നു. മുപ്പത്തലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അധ്യക്ഷനോടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഈ ബാങ്ക് പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ്. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ മേഖലയിലുമൊക്കെ നൽകുന്ന സഹായങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് അദ്ദേഹത്തോട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
മുപ്പത്തരത്ത് ഉള്ള എല്ലാ സഹകാരികളുടെയും അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവർ സമീപിക്കുന്ന ഒരു ബാങ്കാണ്. തീർച്ചയായിട്ടും ആ ബാങ്കിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നാടിൻ്റെ ഒരു സമ്പദ്ഘടനയ്ക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പൂർണ്ണമായ പിന്തുണ അതിനുണ്ടാകും. ഇവിടെ മാർക്ക് വാങ്ങിയ നല്ല ഉന്നതമായ വിജയം നേടിയ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല, ഏറെ വൈകിയത് കൊണ്ട് കൂടുതൽ സംസാരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉന്നതമായ വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. അവർക്ക് തുടർ പഠനത്തിൽ നല്ല നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്ന് വിവിധ തലത്തിലുള്ള കോഴ്സുകളും വിവിധ ഓപ്ഷനുകളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഏത് വേണം നമ്മുടെ അഭിരുചിക്കനുസരിച്ച് അത് തിരഞ്ഞെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് മടുക്കാത്ത വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് അത് പഠിച്ചുകൊണ്ട് അതിൽ ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ആ വിഷയം എടുത്തത് കൊണ്ടോ ഒരു വിഷയത്തിൻ്റെ പുറകെ പോകാതെ നമുക്ക് താല്പര്യമുള്ള വിഷയം എടുത്ത് പഠിക്കാൻ അതിനൊരു പ്രത്യേക അനുഗ്രഹം വേണം. ആ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അവാർഡ് വിതരണ ചടങ്ങും ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അവാർഡുകൾ നൽകിക്കൊണ്ടും ബഹുമാനപ്പെട്ട മുൻ നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർ സംസാരിക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ PM ശശി, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൽ ഗഫൂർ, ഏറെ ബഹുമാനായ ശ്രീമൻ നാരായണേട്ടൻ, അതുപോലെ ബഹുമാനായ ഫിറോസ്ഖാൻ, ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത സലിംകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, സഹകാരികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സഹോദരന്മാരെ, ഇന്നത്തെ ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, നിങ്ങളെ പാട്ട് കേട്ടും കലാപരിപാടികളൊക്കെ കണ്ടതിന് കുറെ സമയം ചെലവഴിച്ചു. ഇത് കഴിഞ്ഞിട്ടും ഇനി കലാപരിപാടികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തവണ ഒരു ഉത്സവമായിട്ടാണ് മുപ്പത്തരം ബാങ്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ബാങ്ക് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എപ്പോഴായിരിക്കും ഇനി പുരസ്കാരം കയ്യിലേക്ക് കിട്ടുക എന്ന ചിന്തയുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. പുരസ്കാരം നൽകുന്നതോടുകൂടി ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കൈമാറുന്നത്. അടുത്ത തവണയും നല്ല വിജയം കരസ്ഥമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ബാങ്ക് ഈ പുരസ്കാര വിതരണം തുടങ്ങിയ കാലം മുതൽ ഞാൻ തന്നെ കൊടുക്കണമെന്നു അല്ലേ വേണ്ടിട്ട് MP ആയും അല്ലാത്തപ്പോഴും പല രൂപങ്ങളിൽ ഇത് ഇവിടെ വന്ന് ഈ അവാർഡുകൾ നൽകാനായിട്ട് കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് വരുമ്പോൾ ഒരു രക്ഷകർത്താവിനെ കാര്യമില്ല, വലിയ ആശങ്കയിലാണ്. കുട്ടി നീറ്റ് എഴുതാൻ പോയിക്കാണ് രണ്ടാമത്. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കും അവരുടെ എഴുതിയവരുണ്ടാകാം, എഴുതണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാകാം. അപ്പോൾ കഴിഞ്ഞ തവണ എഴുതിയപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉറപ്പായിട്ടിരിക്കുമ്പോഴാണ് പേപ്പർ ചോർന്ന് കുറേ പേർക്ക് കിട്ടിയെന്ന പ്രശ്നം വന്നു. അതോടുകൂടി ആ പരീക്ഷ തന്നെ റദ്ദാക്കി. അപ്പൊ ഈ കിട്ടിയ കുട്ടിക്ക് ഓരോ പരീക്ഷ എഴുതുമ്പോൾ ഓരോ രീതിയാണല്ലോ. ഇത്തവണ കിട്ടുമോ ആശങ്കയായിട്ട് ഈ പിതാവ് ഇങ്ങനെ വലിയ ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ പരീക്ഷയും ഒരു എഴുതുന്ന കുട്ടിയുടെ മാത്രം കുടുംബത്തിന്റെ ആകിയാണ്. ഇത്തവണ CBSEക്ക് കുറച്ച് പ്രശ്നമാണ്. സയൻസ് ഒക്കെ എഴുതിയ കുഞ്ഞുങ്ങൾ കുറച്ച് മാർക്ക് പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല. പുതിയ വാല്യുവേഷനാണ് OSM, ഓൺ സ്ക്രീൻ മാർക്കിംഗ്. ഈ ആൻസർ ഷീറ്റ് സ്കാൻ ചെയ്തിട്ട് ആ സ്കാൻ ചെയ്തത് സ്ക്രീനിൽ നോക്കിയിട്ടാണ് അധ്യാപകൻ മാർക്കിടുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തോ മാർക്കിൽ വലിയ കുറവ് പറ്റി.
അപ്പോൾ കുഞ്ഞുങ്ങൾ റീവാലുവേഷന് മുമ്പ് ഈ പേപ്പർ വാങ്ങിച്ച് കിട്ടിയ കുട്ടികൾ നോക്കിയപ്പോൾ എഴുതിയ കുട്ടിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല ഈ സ്കാൻ ചെയ്യുന്നത്. അപ്പം അത് നോക്കിയിട്ടാണ് അധ്യാപകർ മാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായി എന്നത് പൊതുവെ കുഞ്ഞുങ്ങളിൽ വലിയ ആശങ്കയും അസ്വസ്ഥതയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഠന രീതികൾ ഇപ്പോൾ നന്നായി മാർക്ക് കിട്ടി. പണ്ടാണെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കഴിഞ്ഞാൽ മെഡിസിൻ, മാത്സ് എടുത്താൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ അച്ഛന്മാരൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പാണ്. അന്ന് പ്ലസ് ടു വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു ക്രൈസ്റ്റിൽ. അപ്പോൾ അത് താരങ്ങോട്ടാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ മാത്രമേ ഡോക്ടറാകാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടും കൂടി ഉണ്ട്, ബയോ മാത്സ്. രണ്ടും അങ്ങോട്ടും തിരിയാൻ കിട്ടും തിരിയാൻ. പക്ഷെ ചില രാജ്യങ്ങളിൽ ഇതൊന്നും പഠിക്കണമെന്നില്ല. വളരെ പ്രശസ്തനായ ഒരു ന്യൂറോ സർജൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകമുണ്ട്, വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. എപ്പോഴാണ് ശ്വാസം വായുവായി മാത്രം മാറുന്നത് എന്നുവെച്ചാൽ അതോടുകൂടി മനുഷ്യൻ അവസാനിക്കുന്നുള്ളതാണ്. പോൾ കലാനദി, അതാണ് ആ ഡോക്ടറുടെ പേര്. അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരിച്ച ന്യൂറോ സർജനാണ്. ആ ജീവിതത്തിൻ്റെ അവസാന കാലത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഈ വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം ഇംഗ്ലീഷ് പഠിക്കും, പിന്നെ ഫിലോസഫി പഠിക്കും, MA കഴിഞ്ഞു. MA കഴിഞ്ഞിട്ടാണ് പിന്നെ കേംബ്രിഡ്ജിൽ മെഡിസിൻ സ്കൂളിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഫോർഡിൽ ന്യൂറോ സയൻസ് പഠിക്കുന്നത്, ന്യൂറോ സർജറി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇംഗ്ലീഷും ഫിലോസഫിയൊക്കെ പഠിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഡോക്ടറാകാൻ പറ്റുന്നതില്ല. പക്ഷെ അവിടെ പ്രായവും പ്രശ്നമല്ല. നമുക്കൊരു 10-40 വയസ്സായിട്ട് ഡോക്ടറാകാൻ തുടങ്ങിയാൽ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പോകും. അപ്പൊ അഭിരുചികളാണ് പ്രധാനം. നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ച് അതിൽ മികവുള്ളതായി മാറുക. ഇഷ്ടമില്ലാത്ത ഒന്ന് നല്ല പ്രസിദ്ധിയുള്ളതാണ് എന്ന് കരുതി അതിൽ പോയി ഏറ്റവും അവസാനമാകലല്ല, ഇഷ്ടമുള്ളതിൽ പോയാൽ ഒന്നാമതായി മാറാൻ കഴിയുക എന്നതാണ് പ്രധാനം. ഇന്ന് നിരവധി പുതിയ കോഴ്സുകൾ കുട്ടികൾക്ക് ലഭ്യമാണ്. പണ്ട് മാർക്ക് കുറഞ്ഞാൽ പറയും വല്ല കോമേഴ്സോ എക്കണോമിക്സോ എടുക്കാൻ പറയും. ഇപ്പൊ കോമേഴ്സിന് ഭയങ്കര ഡിമാൻഡാണ്. എക്കണോമിക്സ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററിയാണ്. ഇപ്പൊ അതൊക്കെ മാറി. എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റി, AI ടൂൾസ് ഇതൊക്കെ ചേർന്നിട്ടാണ് എക്കണോമിക്സ്. ഭയങ്കര നല്ല ഡിമാൻഡാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് ഇപ്പോൾ സൈക്കോളജിയാണ്. സൈക്കോളജിക്ക് വലിയ ഡിമാൻഡാണ്. BSc സൈക്കോളജി. അത് UC പണ്ട് UC മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ എല്ലാവരും UC വരാം ഈ സൈക്കോളജി പഠിക്കാൻ. ഇപ്പോൾ പല കോളേജുകൾക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണോ നിങ്ങളുടെ അഭിരുചി അത് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ് ഈ +2 കഴിഞ്ഞിട്ടുള്ളത്. അത് നന്നായി തന്നെ വിനിയോഗിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞവരും ഇപ്പോൾ തന്നെ +1 പഠനം തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ അടുത്ത വർഷം കൂടി കഴിയുമ്പോൾ +2നും ഇതേപോലെ അംഗീകാരം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിജയം നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് അവർ ഈ ചടങ്ങ് സംഘടിപ്പിച്ച ബാങ്ക് ഭരണസമിതിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം ഏർപ്പെടുത്തി ആശംസകൾ അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് ഹഫ്സ ഫാത്തിമയാണ്, ഡോക്ടർ ഓഫ് KM റഹീം. ഹഫ്സയെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ മാധവ് TS ആണ്. വലിയ കയ്യടികൾ, വലിയ പ്രോത്സാഹനങ്ങൾ. മാധവ് TSനെ ക്ഷണിക്കുകയാണ്. സൺ ഓഫ് മീര. നമ്പീശിന്റെ ഏട്ടൻ വരുന്നു. അതെ, മുത്തച്ഛന് കയ്യടികൾ. ഫാത്തിമ AN, ഡോക്ടർ ഓഫ് നിയാസ് ക്ഷണിക്കുകയാണ്. ഫാത്തിമയ്ക്ക് വലിയ പ്രോത്സാഹനം, വലിയ കയ്യടി. ഉന്നത വിജയത്തിന് മുപ്പതരം ബാങ്കിന്റെ ആദരവ്. അടുത്തത് റസൽ ഇസ്മയിലാണ്, സൺ ഓഫ് റസാക്ക്. റസലിനെ വിളിക്കുന്നു. റസലിന് വലിയ പ്രോത്സാഹനം നൽകുക. ആസിയ KA ആണ് അടുത്ത മിടുക്കി, ഡോക്ടർ ഓഫ് സഫ്ന KA. ആസിയയെ വിളിക്കുന്നു.
നിറഞ്ഞ കയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കുക. SSLC രണ്ടാം വിഭാഗം സെക്കൻഡ് ഫർഹ നജീബ്, ഡോട്ടർ ഓഫ് ഹസീന നജീബിനെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ കൃഷ്ണ നന്ദയാണ്. കൃഷ്ണ നന്ദ റെഡിയാവുക. ഫർഹ നജീബിന് അഭിനന്ദനങ്ങൾ, മുപ്പത്തരം സർവീസ് ബാങ്കിന്റെ അഭിനന്ദനങ്ങൾ. കൃഷ്ണ നന്ദയെ ക്ഷണിക്കുന്നു. ഡോട്ടർ ഓഫ് അശ്വതി MU. കൃഷ്ണ നന്ദയ്ക്ക് അഭിനന്ദനങ്ങൾ. +2 വിഭാഗത്തിൽ അഭിറാമി, ഡോട്ടർ ഓഫ് അമ്പിളി, അഭിറാമിയെ ക്ഷണിക്കുകയാണ്. വലിയ കയ്യടികളോടെ നമുക്ക് അഭിറാമിയെ പ്രോത്സാഹിപ്പിക്കാം. ആലിയ അൻസാറിനെ ക്ഷണിക്കുന്നു. ഡോട്ടർ ഓഫ് അൻസാർ ആലിയ വരികയാണ്. മികച്ച കയ്യടിയോടെ ആലിയയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ദേവി കൃഷ്ണ അടുത്തത്. ദേവി കൃഷ്ണയെ ക്ഷണിക്കുന്നു. ഡോട്ടർ ഓഫ് കൃഷ്ണകുമാർ, ദേവി കൃഷ്ണ അമ്മയാണ് വരുന്നതെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് കയ്യടികൾ. യദു യദുകൃഷ്ണൻ, ഡോട്ടർ ഓഫ് വിനോദ് PG. യദുകൃഷ്ണനെ ക്ഷണിക്കുന്നു. വലിയ പ്രോത്സാഹനം നൽകി ആദരവ് നൽകുകയാണ്. അടുത്തത് ബിനു കൃഷ്ണയാണ്. ബിനു കൃഷ്ണയെ ക്ഷണിക്കുന്നു. സൺ ഓഫ് പ്രമോദ്, ബിനു കൃഷ്ണ. യെസ്, നല്ല കയ്യടി ബിനുവിന്. അടുത്തത് അതുൽ കൃഷ്ണയാണ്. അതുൽ കൃഷ്ണയെ ക്ഷണിക്കുന്നു. സൺ ഓഫ് ശ്രീകല ഷിബു ആണ് അതുൽ കൃഷ്ണ. വലിയ വിജയങ്ങൾക്ക് വലിയ കയ്യടികൾ. സന ഫാത്തിമയെ ക്ഷണിക്കുന്നു. ഡോട്ടർ ഓഫ് ഹസന, സന ഫാത്തിമ. മികച്ച വിജയത്തിന് സഹകരണത്തിന്റെ ആദരവ് നൽകുകയാണ്. സനയ്ക്ക് അഭിനന്ദനങ്ങൾ. അനുനന്ദയെ ക്ഷണിക്കുന്നു. ഡോട്ടർ ഓഫ് രഞ്ജിനി രാജീവ്, അനുനന്ദയ്ക്ക് അഭിനന്ദനം അർപ്പിക്കുകയാണ്. VB അഞ്ജലിയെ ക്ഷണിക്കുന്നു. ഡോട്ടർ ഓഫ് വിജിത ബാബു, VB അഞ്ജലി. അമ്മയാണ് കടന്നു വരുന്നത് അല്ലേ? യെസ്, വലിയ വിജയങ്ങൾക്ക് അമ്മയ്ക്ക് അഭിനന്ദനം. +2 രണ്ടാം വിഭാഗം സെക്കൻഡ് അഭിറാം M നായർ, അഭിറാമിനെ ക്ഷണിക്കുന്നു. സൺ ഓഫ് മധു, അഭിറാം വന്നിട്ടില്ല. യെസ്, അക്ഷര അനിലിനെ ക്ഷണിക്കുകയാണ്. ഡോട്ടർ ഓഫ് അനിൽകുമാർ. അക്ഷരയുണ്ടോ? അക്ഷരയല്ലേ? വലിയ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. ക്രിസ്നിയ ജോബിയെ ക്ഷണിക്കുന്നു. ഡോക്ടർ ഓഫ് ജിൻസി ജോബി, ക്രിസ്നിയ ജോബിയെ ക്ഷണിക്കുന്നു. അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഫാത്തിമ സംറയെ ക്ഷണിക്കുന്നു. ഡോക്ടർ ഓഫ് ഷിജില PA. ഫാത്തിമയ്ക്ക് വലിയ കയ്യടികൾ. നമ്മൾ CBSE വിഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 90%-ലധികം മാർക്ക് നേടിയ ദിയ സജിത്ത്, ഡോക്ടർ ഓഫ് സജിത്ത്, ദിയയെ ക്ഷണിക്കുന്നു. ദിയ ഉണ്ട്. വലിയ കയ്യടികൾ. ഉയർന്ന വിജയത്തിന് വലിയ കയ്യടികൾ. ഘോഷ് മോഹൻ, സൺ ഓഫ് മോഹൻദാസ് ക്ഷണിക്കുകയാണ്. ഘോഷ് മോഹന് അഭിനന്ദനങ്ങൾ. സഹകരണത്തിന്റെ കയ്യടികൾ. ഘോഷ് മോഹനെ ക്ഷണിക്കുന്നു. നികിത S-നെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഓഫ് സുനിൽ കുമാർ, നികിതയ്ക്ക് അഭിനന്ദനങ്ങൾ. നികിതയെ വിളിക്കുന്നു. അടുത്തത് റിന്ന സാജു ആണ്. ഡോക്ടർ ഓഫ് സാജു N തോമസ്, റിന്ന സാജു ഇല്ലേ? റിന്നയെ എത്തിയിട്ടില്ല. ഇനി ഇവിടെ എത്താത്ത കുട്ടികൾക്ക് സമ്മാനങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. ബാങ്ക് അത് അവർക്ക് എത്തിച്ചു നൽകും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് ക്ഷണിച്ച് നൽകുന്നതാണ് എന്നും കൂടി പറയുകയാണ്.